നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തൊരു പ്രളയമുണ്ടായി, 1000-ലധികം പേർ അതിൽ മരണപ്പെട്ടു. അതിന് പകരമായി 30ഓളം ഉദ്യോഗസ്ഥരെ കൊന്നൊടുക്കുകയാണ് അവിടുത്തെ ഭരണാധികാരി ചെയ്തത്. ഒരു പ്രകൃതി ദുരന്തത്തിന് ഇരയായി മാറിയിരിക്കുന്നത് ഉദ്യോഗസ്ഥരാണ്, ഉദ്യോഗസ്ഥരുടെ കൃത്യവിലോപമാണെന്നുള്ള നിരീക്ഷണമാണ് ഉത്തര കൊറിയ നടത്തിയിരിക്കുന്നത്. രാജ്യത്തുണ്ടായ ഈ പ്രളയത്തിൽ 1000-ലധികം പേർ മരിച്ചത് തടയാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ള കുറ്റം ആരോപിച്ചാണ് ഉത്തര കൊറിയയിൽ 30 സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇവരുടെ ശിക്ഷ നടപ്പിലാക്കിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉത്തര കൊറിയൻ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നാണ് ഇങ്ങനെ വിചിത്രമായ ശിക്ഷാ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിനു മുൻപും ഇതുപോലുള്ള കാടത്ത നിയമങ്ങളും മറ്റുമൊക്കെ കിം ജോങ് ഉൻ നടപ്പിലാക്കിയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ നാം ഏവരും കേട്ടിട്ടുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി ഉത്തര കൊറിയയിൽ നിന്നും പുറത്തു വരുന്നത്. പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് 1000-ലധികം പേർ ഉത്തര കൊറിയയിൽ മരണപ്പെട്ടത്. പ്രളയവും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഒക്കെ മൂലമുണ്ടായ മരണങ്ങൾക്ക് ഉത്തരവാദികളെന്ന് കരുതുന്നവർക്കാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നതായി കിം ജോങ് ഉൻ പറഞ്ഞതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതിയും കൃത്യനിർവഹണം നിറവേറ്റുന്നതിൽ പാകപ്പിഴയുണ്ടായി എന്നുള്ള കുറ്റങ്ങളുമാണ് ചുമത്തിയത്. ചഗാങ് പ്രവിശ്യയിൽ ഉണ്ടായ കനത്ത മഴയിലും മണ്ണിടിച്ചിലുമായി 1000-ലധികം പേർ അന്ന് മരിച്ചെന്നും അതിൽ നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു, ഒട്ടനവധി ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു എന്നുള്ള വിചിത്രമായ വാദത്തിലൂന്നിയാണ് ഇത്രയധികം ആളുകൾക്ക് വധശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ മാസം തന്നെ വധശിക്ഷ നടപ്പിലാക്കിയെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. കൃത്യസമയത്ത് വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ മരണസംഖ്യയെങ്കിലും കുറയ്ക്കാൻ കഴിയുമെന്ന നിലപാടിലാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി. അതുകൊണ്ട് വീഴ്ച വരുത്തിയ അധികൃതർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ആവശ്യപ്പെട്ടത്. വധിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങളോ മറ്റോ ഒന്നും പരസ്യപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും 2019 മുതൽ ചഗാങ് പ്രവിശ്യ പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറിയായ കാങ് ബോങ് ഹൂണും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുവെന്നാണ് ഉത്തര കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രളയബാധിത മേഖലയിലെ 30ഓളം ഉദ്യോഗസ്ഥരെയാണ് ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. വളരെ അതീവ രഹസ്യമായി തന്നെയാണ് ഉത്തര കൊറിയയിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഔദ്യോഗികമായുള്ള അറിയിപ്പുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ കർശനമായി ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണമെന്ന നിർദ്ദേശം അധികാരികളോട് കിം ജോങ് ഉൻ തന്നെ പങ്കുവച്ചു എന്നുള്ള റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നതായിരുന്നു. ചൈനീസ് അതിർത്തിയോട് ചേർന്ന് ചഗാങ് പ്രവിശ്യയിൽ ജൂലൈയിൽ 1000-ലധികം ആളുകളുടെ ജീവനെടുത്ത പ്രളയം സംഭവിച്ചത്. 4000-ലധികം വീടുകളാണ് നശിക്കപ്പെട്ടത്. 15,000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടിയും വന്നു. ദുരന്തബാധിത സ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രളയത്തിൽ പൂർണ്ണമായി മുങ്ങിയ സമീപ പ്രദേശങ്ങളൊക്കെ പുനർനിർമ്മിക്കാനുള്ള നീക്കങ്ങൾ അതിനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഇനിയും അനേകായിരം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.